അതിനുശേഷം ഇത് മൂവായി റീസെറ്റായി നിൽക്കും. ആ റീസെറ്റായ പൊസിഷനിലേക്ക് വേണം നമ്മൾ വെക്കാൻ. അല്ലെങ്കിൽ മോഷൻ ട്രാക്ക് ഓൺ ആക്കിയിട്ടാലും മതി. ഇപ്പോൾ കണ്ടോ, നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് മൊത്തം റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ക്യാമറ വെച്ച രീതിയിൽ തന്നെ ഇത് വന്ന്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 360 ഡിഗ്രി തിരിയുന്ന ഒരു CCTV ക്യാമറ നമ്മൾ മേടിച്ചിരുന്നു. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പോയിട്ട് കണക്ട് ചെയ്യുന്നതും മറ്റും അതിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ ക്യാമറ ഞാൻ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ കാണിക്കാം. അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നിങ്ങളെ പഠിപ്പിക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് പുറകിലായിട്ട് കാണാം, ഇപ്പോൾ ക്യാമറ ഇവിടെ ഇരിക്കുന്ന കാണാം. ഇവിടെ ഒരു ക്യാമറയും നമ്മൾ പുറത്തൊരു ക്യാമറയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഓൾറെഡി നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ 4 ക്യാമറ ചെയ്യാവുന്നതാണ്. ലോകത്തിലെ എവിടെ നിന്നും ഒരു വൈഫൈ കണക്ഷനുമായിട്ട് ആ ക്യാമറ ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ വിഷ്വൽസ് കാണാനും റെക്കോർഡ് ചെയ്യാനും എല്ലാത്തിനും സാധിക്കുന്നതാണ്. എന്നാൽ ആ ക്യാമറേൻ്റെ ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് നമ്മളെ ക്യാമറ കാണുക, അതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. എല്ലാവരും അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നമുക്ക് ബഡ്ജറ്റിന് ഒതുങ്ങിയ രീതിയിൽ നമുക്കൊരു CCTV ക്യാമറ വീട്ടിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനൊരു ടെക്നീഷ്യൻ്റെ ആരിൻ്റെ ആവശ്യമില്ല, നമുക്ക് സ്വന്തം തന്നെ ചെയ്യാവുന്നതാണ്. അതാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അൺബോക്സിങ്ങും അതുപോലെ മറ്റുള്ള അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും ആപ്ലിക്കേഷനുമായിട്ട് ഇത് കണക്ട് ചെയ്യുന്ന രീതികളെല്ലാം അടങ്ങിയ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ നേരെ ചെന്നിട്ട് ആ വീഡിയോ കണ്ടുവരിക. ഓക്കെ, ഞാനപ്പോൾ ഇതിൻ്റെ മൊബൈൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും കാണിച്ചു തരുന്നു. ഓക്കെ, ഈ കാണുന്ന V380 Pro എന്ന ആപ്ലിക്കേഷനാണ് നമ്മൾ ഈ ക്യാമറയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാം ആ ക്യാമറ നമുക്കത് കണക്റ്റായി വരുന്നത്. ഇപ്പോൾ ഈ ഫ്രണ്ടിലുള്ള ക്യാമറേൻ്റെ വിഷ്വൽസാണ് നിങ്ങൾ ഇതിൽ കൂടെ തന്നെ കാണുന്നത്. അതിൽ തന്നെ വളരെ വ്യക്തമായിട്ട് കാണാം നിങ്ങൾക്ക്. അതുപോലെ ഇത് പുറത്തുള്ള വിഷ്വൽസാണ്. നിങ്ങളിത് ഈ ഫസ്റ്റത്തെ ക്യാമറയെ കാണുന്നത് ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ചിരിക്കുന്ന ഈ ക്യാമറയിലാണ്. ഈ ക്യാമറയിൽ ഇപ്പം എൻ്റെ വിഷ്വൽ മിക്കവാറും നിങ്ങൾക്ക് കാണാം. രണ്ടാമതായിട്ട് ഇപ്പോൾ കാണാം നമുക്ക് ശ്രദ്ധിക്കാതാകണ്ട. പുറത്തത്തെ ക്യാമറയിൽ ഇപ്പോൾ എൻ്റെ ഇത് വന്നു. പുറത്തത്തെ ക്യാമറയിലാണ് ഇത് കാണുന്നത്. ഇപ്പോൾ ഓൺലൈനായിട്ടാണ്. ഇതിവിടെ വേൾഡിൽ എവിടെ പോയി നിന്നാലും നമുക്ക് ഇതേപോലെ വിഷ്വൽസൊക്കെ കാണാം. പിന്നെ അതിലാദ്യം കാണുന്നത് പിന്നെ നമുക്ക് ഇതിലേത് ക്യാമറ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ആദ്യം ഇപ്പം ഞാൻ ഫസ്റ്റത്തെ ക്യാമറയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഫസ്റ്റത്തെ ക്യാമറയിൽ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മൈക്കിൻ്റെ ഇത് ഓണാക്കുകയാണെങ്കിൽ ആ ക്യാമറേൻ്റെ സമീപത്തുണ്ടാകുന്ന സൗണ്ടുകളൊക്കെ നമ്മുടെ ഫോണിലേക്ക് കേൾക്കും. കുറച്ചൊരു ഡിലേ വരും. അത് നെറ്റ്വർക്കിൻ്റെ ഒക്കെ ഇത് ആയിട്ടാണ്. പിന്നെ അടുത്ത ഓപ്ഷൻ വന്ന SD-ലോ HD-ലോ നമുക്കത് റെക്കോർഡ് ചെയ്യാവുന്ന ഓപ്ഷനാണ്. പിന്നെ ഇത് മാത്രമായിട്ട് നമുക്കൊരു ക്യാമറേൻ്റെ മാത്രമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലെ ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്യാമറേൻ്റെ മാത്രമാണ് ഈ കാണുന്നത്. പിന്നെ അതിൽ നമുക്ക് ഇതേപോലെ സ്നാപ്ഷോട്ട് എടുക്കാം, ഒരു സ്ക്രീൻഷോട്ട് പോലെ ഒരു ഫോട്ടോ എടുക്കാം. ഇന്ന് അത് ശരിക്കും നമ്മുടെ മെമ്മറി കാർഡ്, ഇതിലൊരു മെമ്മറി കാർഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം, അതിലേക്കാവും. അതേപോലെ നമുക്ക് ലൈവായിട്ട് അപ്പോൾ ഉള്ള വിഷ്വൽസ് ഒന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ റെക്കോർഡിൽ ഇങ്ങനെ നിൽക്കി കഴിഞ്ഞാൽ നമുക്കത് റെക്കോർഡാവും. അതേപോലെ നമുക്കിപ്പോൾ എന്തെങ്കിലും നമ്മുടെ ക്യാമറ ഇപ്പോൾ ഫസ്റ്റത്തെ ക്യാമറയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പുഷ് ചെയ്തതിന് ശേഷം നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ ആ ക്യാമറയിൽ ആ സൗണ്ട് നമുക്ക് കേൾക്കും. അത് അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ്സ് പോകുന്നത്. പിന്നെ ഈ റീപ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് നമുക്ക് ഇതിൽ റെക്കോർഡിങ് ചെയ്ത വിഷ്വൽസ് കാണാൻ വേണ്ടിയിട്ടാണ് റീപ്ലേ ഉപയോഗിക്കുന്നത്. റീപ്ലേയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വന്ന ഇതൊക്കെ കാണാം, കാര്യങ്ങളെല്ലാം കാണാം. അതിൽ മോറിൽ പോയി കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഇതിലേറ്റവും അഡ്വാൻറ്റേജ് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ മോഷൻ ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംവിധാനം ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓണാക്കി ഇതിങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിയുന്നതിന് ഇപ്പോൾ കാണാം അതിൻ്റെ വിഷ്വൽസ് നമുക്ക് ചേഞ്ച് ആകുന്നതാണ്. നമ്മൾ ആൾക്കാരിൻ്റെ ചലനം കിട്ടുന്ന സൈഡിലേക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിപ്പോൾ പുറത്തൊക്കെ വെക്കുന്ന ക്യാമറയാണെങ്കിൽ ആൾക്കാർ വരുമ്പോൾ മാത്രം നമുക്ക് വിഷ്വൽസ് കണ്ടാവും. ക്യാമറ തിരിഞ്ഞു നമുക്കങ്ങനെ വിഷ്വൽസ് കിട്ടും. ആ രീതിക്കാണ് ഇതിൻ്റെ സെറ്റിങ്സ് പോകുന്നത്. ഇത് കണ്ടോ, ഇപ്പോൾ ക്യാമറ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ റൊട്ടേറ്റ് ആയി വരുന്നു. ഓക്കെ, ഇതാണ് മോഷൻ സെൻസറിൻ്റെ ഒരു ഇത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കാണാം, ഇതിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വേണമെങ്കിൽ റെക്കോർഡിങ്ങും ഓപ്ഷനും എടുക്കാം.
അല്ലെങ്കിൽ ഈ പിന്നെ ഏതെങ്കിലും ആളുടെ അനക്കോ ഇത് വരുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്കിത് 2 രീതിയിൽ സെറ്റ് ചെയ്യാം. ഇതിൽ ആർമേഡ് അൺആർമേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആർമേഡ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ വരുന്ന ഭാഗങ്ങളാണ് അതിൽ സേവ് ചെയ്തിട്ട് നമുക്ക് വിഷ്വലായിട്ട് കിട്ടാൻ. പിന്നെ ഇതിൽ ക്ലൗഡ് ഉണ്ട്. ക്ലൗഡ് മെമ്മറി നമുക്ക് കിട്ടും. അതായത് നമ്മൾ മെമ്മറി കാർഡ് ഇടാണ്ട് തന്നെ ഇവരുടെ ഒരു ക്ലൗഡ് സ്റ്റോറേജ് നമുക്ക് ഇവർ തരുന്നുണ്ട്. അതിന് $0.01 അവർ ചോദിക്കുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ആരും അതൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു മെമ്മറി കാർഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കിത് സൂപ്പറായിട്ട് ഉപയോഗിക്കാം. ഇതിൽ വേറെന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും ചെറിയ ഒരു ക്യാമറയിൽ നമുക്ക് ഈ ഒരു ചെറിയ പൈസയിൽ തന്നെ നമുക്ക് വേൾഡിൽ എവിടെ നിന്നും നമ്മുടെ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ നടക്കുന്നതോ അല്ലെങ്കിൽ കുട്ടികളുടെ സെക്യൂരിറ്റിക്കായിട്ടോ, ഇപ്പോൾ പെറ്റ്സ് ഉണ്ടെങ്കിൽ പെറ്റ്സിൻ്റെ അടുത്ത് ഒരു ക്യാമറ വെച്ചാലും നമുക്ക് കാണാം. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു 4 ക്യാമറ വരെ നമുക്കിതിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ അകത്ത് വെച്ചിരിക്കുന്ന ക്യാമറ. ഇതിന് വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം. ഇത് പിന്നെ സാധാരണ നമ്മൾ വിളക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും മറ്റും ഈ 99 മാർക്കറ്റിൽ നിന്നും 60 രൂപയ്ക്ക് മേടിച്ച ഒരു സ്റ്റാൻഡാണ് ഞാൻ വെച്ചേക്കുന്നത്. സ്റ്റാൻഡിലാണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ 2 ക്യാമറകളും സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഈ സൈഡിലാണ് ഇതിൻ്റെ മെമ്മറി ഇടാവുന്ന ഭാഗം വരുന്നത്. ഇത് നമുക്ക് ഈ രീതിയിൽ തലകീഴായി തൂക്കിയിട്ടിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മേലെ വെച്ചിട്ട് ഉപയോഗിക്കാം. തലകീഴായി തൂക്കിയിടുമ്പോൾ ഹൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചില വിഷ്വൽസ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇതാണ് നമുക്കതിൽ ചാർജറിൽ നിന്നുള്ള ഔട്ട് കൊടുക്കേണ്ട ഭാഗം. ഞാൻ ഇത് ഫുള്ള് ഡിസ്കണക്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഇതിലിങ്ങനെ ഒരു ബോട്ടം വരും. ബോട്ടം നമുക്ക് അതിൻ്റെ ഒപ്പം കിട്ടും. ആ ബോട്ടം ഇതിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇത് ബൾബൊക്കെ ഹോൾഡറിൽ പിടിപ്പിക്കുന്ന പോലെ പിടിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് അതേപോലെ തന്നെ തിരിച്ചും ഇത് സിമ്പിളായിട്ട് ഫിറ്റ് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ എല്ലാം സാധിക്കും. പിന്നെ ഇതിൽ ചെയ്തേക്കുന്ന ഇതിന് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറണ്ട് സപ്ലൈ വേണം. അതായത് ഒരു വോൾട്ടേജ് നമുക്ക് ഈ ക്യാമറേൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാണ്ട്. അത് ഞാൻ സാധാരണ ഒരു വയർ വെച്ചിട്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഓൾറെഡി വയറിങ്ങിന് മുമ്പ് തന്നെ നമുക്ക് അതുപോലെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരു ചാർജർ, അതിൻ്റെ ഒരു ചാർജറിൽ നിന്ന് നേരിട്ട് ഒരു ഫീമെയിൽ ഇത് പിൻ വഴി നേരിട്ട് ചാർജർ കണക്ട് ചെയ്ത് അതിന്ന് സപ്ലൈ ഇതിലേക്ക് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് പുറത്തുള്ള ക്യാമറയാണ്. പുറത്തുള്ള ക്യാമറയും നമ്മൾ അതുപോലെ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കണ്ടോ, ഇതിങ്ങനെയാണ്. ഇപ്പോൾ അതൊരു റോട്ടിലേക്ക് വ്യൂ കിട്ടുന്ന രീതിയിലേക്കാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. അതിലേക്ക് ഒരു സപ്ലൈ ഞാൻ വയർ വഴി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ രീതിയിൽ റോട്ടിലേക്ക് ഒരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ ക്യാമറ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഈ കാര്യത്തിൽ ഇതിന് സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, പിന്നെ വന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു വൈഫൈ കണക്ഷൻ ആവശ്യമാണ്. പൊടിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. വൈഫൈ കണക്ഷൻ ആവശ്യമാണ്. വൈഫൈ കണക്ഷൻ പിന്നെ ഇല്ലെങ്കിൽ തന്നെ നമുക്കൊരു മൊബൈലിൽ റീചാർജ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഹോട്ട്സ്പോട്ട് ഓണാക്കി ഇത് കണക്ട് ചെയ്ത് വെച്ചാലും മതി. ഇതിലെ ആ 2 ക്യാമറേൻ്റെ പവർ വന്നിട്ട് ഞാൻ ഇതിൽ നിന്ന് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നേരെ നിങ്ങൾക്കൊരു ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന ലൈൻ കൊടുക്കുകയാണെങ്കിൽ 24 ഹവറും കറക്റ്റായിട്ട് വർക്ക് ചെയ്തു. നിങ്ങൾക്ക് ഇത് നോക്കാം. ഇപ്പം ഞാനൊന്ന് ആ ക്യാമറ ഓഫാക്കി ഓണാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റില്ലായിട്ടൊരു ഭാഗം കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്യണമെങ്കിൽ ഈ ക്യാമറ ഇപ്പോൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. റീസെറ്റായിട്ട് വരുന്ന അങ്ങനെയാണ്. അതായത് കറണ്ട് പോയി വന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ ക്യാമറയിൽ നിന്ന് കമാൻഡ് വരും. അതിനുശേഷം ഇത് മൂവായി റീസെറ്റായി നിൽക്കും. ആ റീസെറ്റായ പൊസിഷനിലേക്ക് വേണം നമ്മൾ വെക്കാൻ. അല്ലെങ്കിൽ മോഷൻ ട്രാക്ക് ഓണാക്കി ഇട്ടാലും മതി. ഇപ്പോൾ കണ്ടോ, നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് മൊത്തം റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ക്യാമറ വെച്ച രീതിയിൽ തന്നെ ഇത് വന്ന് അതിൻ്റെ സെറ്റിങ്സ് കംപ്ലീറ്റ്. ഇപ്പോൾ വൈഫൈ കണക്റ്റ് ആയി എന്നാണ് പറയുന്നത്. വൈഫൈ കണക്റ്റ് ആയി, ഇനി റെക്കോർഡിങ് തുടങ്ങും. അപ്പോൾ ഇതാണ് പറയുന്നത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റീസെറ്റ് ആകേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് അതൊരു ഇൻവെർട്ടറുള്ള ലൈനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സമയത്തും അതിൻ്റെ കറക്റ്റായിട്ടുള്ള വിഷ്വൽസ് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്യാമറ സെറ്റ് ചെയ്ത വിധവും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവരും മനസ്സിലായവർക്കും അതേപോലെ മനസ്സിലാകാത്തവർക്ക് കമൻറ്റ് വഴി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എന്ത് സംശയം ഉണ്ടെങ്കിലും. അതേപോലെ അത് കണക്ട് ചെയ്യാനും കാര്യങ്ങൾക്കും വേണ്ടി പഴയ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കാതിരിക്കുക. അതുപോലെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതേപോലെ ഒരു ഡിവൈസ് മേടിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ ഫിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.